ഞാൻ യൂണിഫോംഡ് സർവീസസിനെ പറ്റി നിങ്ങളോട് സംസാരിച്ചു. കാരണം നമ്മുടെ ജോബ് ബാസ്ക്കറ്റിൽ ഏറ്റവും കൂടുതലുള്ളത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതിന് നമ്മുടെ അക്കാഡമിക് ബ്രില്യൻസ് മാത്രം പോരാ. ഒരു PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഷെഡിൽ ചെന്നാലും PSC കോച്ചിങ് സെൻ്ററായത്. അങ്ങനെ അല്ല യൂണിഫോംഡ് സർവീസസിൽ. അതെന്താണ്? അവരുടെ അക്കാഡമിക് ബ്രില്യൻസ് കൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി കൂടി ടെസ്റ്റ് ചെയ്യുന്ന, ഇത് രണ്ടും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു കോച്ചിങ് സിസ്റ്റമാണ് അവർക്ക് വേണ്ടത്. ആ കോച്ചിങ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടേത്. അതായത് ഒന്ന് അക്കാഡമിക് സെഷൻ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ അതുണ്ടാവും. രണ്ടാമത് അവരുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. മൂന്നാമത് സർവീസസ് സെലക്ഷൻ ബോർഡ് പോലെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ സിസ്റ്റം, അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റിയ പര്യാപ്തമായിട്ടുള്ള രീതിയിലുള്ള ആ ഒബ്സ്റ്റക്കിൾ കോഴ്സും അതുപോലെ ഔട്ട്ഡോർ ട്രെയിനിങ് ഫെസിലിറ്റീസും സൈക്കോളജിക്കൽ ട്രെയിനിങ് ഫെസിലിറ്റീസും ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പഠന സംവിധാനമാണ് SCFE നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങളിവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒന്ന് നടന്നു നോക്കിയാൽ എത്ര കോച്ചിങ് അക്കാഡമിക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുണ്ട്. അതായത് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അണ്ടർ ദ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള, അതിൻ്റെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. അത് ASAP അക്രഡിറ്റഡ് ട്രെയിനിങ് ബോഡിയാണ്. അതുപോലെ തന്നെ ഇത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ക്ലെയിം ചെയ്യാവുന്ന പഠന സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണിതെന്നുള്ളതാണ് ISO 9001/2015 ഇൻ്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അതിനുള്ള സർട്ടിഫിക്കേഷൻ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്. മൂന്നാമത്തത് പ്രൈം മിനിസ്റ്റർ കൗശൽ വികാസ് യോജന. ഇത് ഇന്ന്, അതായത് NEP 2020, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 2020, NEP 2020, അതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളതാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ ആ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് ഇത് ആയിട്ടുള്ള ഒന്ന് PMKVYയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് ബോഡിയാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം, അതായത് സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ്. ഇനി നെക്സ്റ്റ്, ഈ ASAPൻ്റെ കോഴ്സസ് വെബ്സൈറ്റിൽ, അതായത് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഈ അവരുടെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെടുന്ന പല കോഴ്സസ് ഉണ്ട്. അതിൽ ഒരു കോഴ്സ് സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് ഞങ്ങൾ ഡിസൈൻ ചെയ്തൊരു കോഴ്സാണ്, ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഈ കോഴ്സിൻ്റെ പ്രത്യേകത, പ്രവാസ ജീവിതം ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ആൾറെഡി ഏതെങ്കിലും ഫോറിൻ കൺട്രീസിൽ സർവീസ് നടത്തുന്നവരോ അതല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള കുട്ടികൾക്ക് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു കോഴ്സാണ്. അത് ഓൺലൈനായിട്ടും കോൺടാക്ട് പ്രോഗ്രാമായിട്ടുമാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സും ASAPൻ്റെ അംഗീകാരമുള്ളൊരു കോഴ്സാണ്. ഓക്കെ, ഇനി പുതിയ തലമുറയ്ക്ക് ആവശ്യമുള്ള, അതായത് ഞാൻ ഇതുവരെ കൂടുതൽ സമയം ഡിഫൻസ് സർവീസസിനെ പറ്റിയും അതുപോലെ തന്നെ അർദ്ധ സൈനിക വിഭാഗങ്ങളെ പറ്റിയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിൽ കൂടുതൽ ഇന്ന് ജോലി സാധ്യത ഉള്ള ചില മേഖലകളുണ്ട്. ആ മേഖലകളെ പറ്റിയുള്ള ആ കാര്യങ്ങൾ കൂടുതലും പേരൻസിന് ഒരു പക്ഷേ അറിയില്ലായിരിക്കും. കുട്ടികൾക്കും അതുപോലെ തന്നെ ഇത് ഇത്ര കൂടുതൽ വികസിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റിയും അറിയില്ല. അതായത് അതിലെ ഒരു മേഖല എന്ന് പറയുന്നതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ്. അപ്പോൾ അത് കൂടാതെ അതിനോടനുബന്ധമായിട്ട് ഈ സെക്കർസീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം, അത് ഇൻ്റർനാഷണൽ ട്രെയിനിങ് ബോഡിയാണ്.
അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ സൈബർ സെക്യൂരിറ്റിയുടെ കോഴ്സസ് ചെയ്യുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റിയിൽ വളരെ അധികം കോഴ്സസ് ഉണ്ട്. മാസ്റ്റേഴ്സ് ഉണ്ട്, ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, ബേസിക് കോഴ്സ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് കോഴ്സ് ഉണ്ട്, അഡ്വാൻസ് കോഴ്സ് ഉണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള കോഴ്സസ് ഉണ്ട്. ഈ സൈബർ സെക്യൂരിറ്റി കോഴ്സിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ എന്ന് ആ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നു, നെക്സ്റ്റ് ഡേ യു മേ ബി പ്ലേസ്ഡ്. അത് എവിടെയായിരിക്കും? ഇറ്റ് വിൽ ബി സോ മച്ച് ഓഫ് ഡിമാൻഡ് ഈസ് ദെയർ ഇൻ ഇൻ്റർനാഷണൽ ജോബ് മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി ഈ കുട്ടികൾക്ക് താല്പര്യമുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സാവി ആയിട്ടുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് BCAയോ അല്ലെങ്കിൽ BTechോ അതല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഇത് ടെലികമ്മ്യൂണിക്കേഷനോ അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്തിട്ടുള്ള ആ കുട്ടികൾക്ക് ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഈവൻ അവർക്ക് ബേസിക്സും ഇൻ്റർമീഡിയറ്റും ചെയ്യാനായിട്ട് അവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 മാത്രം മതി. ദർ ഇസ് നത്തിങ് മോർ ദാൻ റിക്വയർഡ്. പക്ഷേ ബാക്കിയുള്ള കോഴ്സസ് മാസ്റ്റേഴ്സോ അതല്ലെങ്കിൽ അതുപോലെയുള്ള കോഴ്സസ് ചെയ്യണമെങ്കിൽ മാത്രം അവർക്ക് ഗ്രാജുവേറ്റ് ആകേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ കോഴ്സസ് പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഈ സൈബർ സെക്യൂരിറ്റി. അത് മാത്രമല്ല 100% പ്ലേസ്മെൻറ്റ് അഷുറൻസ് ഉള്ളൊരു കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സസും ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സസ് എല്ലാം അവെയർ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ആ അവെയർനെസ് വേണം കുട്ടികൾക്ക്. അതുപോലെ ഈ പേരൻസ് ഇത് അറിഞ്ഞിരിക്കുന്ന ഇങ്ങനത്തെ ഒരു സാധ്യതയുണ്ട്. നമ്മുടെ കുട്ടിക്ക് ഇതുപോലത്തെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവരെ ആ രീതിയിലേക്ക് ഗൈഡ് ചെയ്യാനും അവരെ ഇതുപോലെയുള്ള കോഴ്സസിലേക്ക് അവരെ ചേർക്കാനും ഉള്ള സന്മനസ് കാണിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ ജർമ്മനിയെ പറ്റി ഞാൻ ആ വീഡിയോ ക്ലിപ്പിങ്ങിൽ നിങ്ങൾ കുറച്ച് കണ്ടു. പക്ഷേ അത് ഒന്നുകൂടി ഞാൻ വിസ്തരിച്ച് പറയാം. ജർമ്മനി എന്നുള്ളത് യൂറോപ്യൻ യൂണിയനിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹെൽത്ത് സെക്ടറിൽ പേ പാക്കേജ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ഏറ്റവും കൂടുതൽ ഡോക്ടറിനായാലും നഴ്സസിനായാലും പാരാമെഡിക്കൽ സ്റ്റാഫിനായാലും ഇവർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പേ പാക്കേജ് ഓഫർ ചെയ്യുന്ന രാജ്യമാണ് ജർമ്മനി. പക്ഷേ ജർമ്മനിയിൽ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ടൊരു പ്രൊസീജിയർ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ളിടത്ത് നമ്മൾ IELTSO OETയോ എടുത്തുകൊണ്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് ഈസ് കമ്പൽസറി. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച ശേഷം മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും 12th ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 12th ക്ലാസ്സിൽ പ്രവേശിച്ചിരുന്ന കുട്ടികൾ ആർക്കെങ്കിലും ഈ ഹെൽത്ത് സെക്ടറിൽ നഴ്സിംഗ് പ്രൊഫഷനിൽ താല്പര്യമുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ? ഇവിടെ നമ്മൾ എന്താ സാധാരണ ചെയ്യുക? ആർക്കെങ്കിലും കൊണ്ടുപോയി കുറച്ച് കോഴ കൊടുത്ത് നമ്മുടെ കുട്ടികളെ BSc നഴ്സിങ്ങിന് ഒരു അഡ്മിഷൻ മേടിക്കുക, ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ കോളേജ് ഓഫ് നഴ്സിങ്ങിൽ ട്രെയിനിങ് കൊടുക്കും. അതിനുശേഷം അവർ 4 വർഷം കഴിയുമ്പോൾ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റുമായിട്ട് അവർ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും നടക്കും. അവസാനം അവർ പറയും നിങ്ങൾക്ക് 15,000 രൂപ 20,000 രൂപയ്ക്കൊരു ജോലി. ഇതിനുള്ളിൽ അവർ ഏകദേശം ഒരു 10 ലക്ഷം രൂപയെങ്കിലും ചിലവാക്കി കഴിഞ്ഞിരിക്കും. എന്നാലും കിട്ടുന്ന ജോബോ അത് കമ്മൻസറേറ്റ് ആണോ അതുമല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കുട്ടിക്ക് ആ താല്പര്യമുണ്ട്, സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു നഴ്സിങ്ങിൻ്റെ ഒരു ക്വാളിഫിക്കേഷനും ഇവിടെ ഇല്ലാതെ തന്നെ ബേസിക് ട്രെയിനിങ് നഴ്സസ് ആയിട്ട് ജർമ്മനിയിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ അവിടെ നഴ്സിംഗ് ലേണിംഗ് എന്നുള്ളത് ഫ്രീ ഓഫ് കോസ്റ്റാണ്. ആ ട്രെയിനിങ്ങിന് നമുക്കൊരു പൈസ പോലും ചിലവാകുന്നില്ല. അതുകൂടാതെ അവിടെ പോകുന്ന ഈ നഴ്സിംഗ് കേഡറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് സ്കോളർഷിപ്പ് കിട്ടും. ആൻഡ് സ്കോളർഷിപ്പ് എത്രയാണെന്നറിയാമോ? അപ് ടു ദ മാർക്ക് ഓഫ് 1 lakh rupees പെർ മന്ത്. അപ്പോൾ അവർക്ക് ഒരു പൈസ പോലും ചിലവാക്കാതെ ജർമ്മൻ ലാംഗ്വേജ് മാത്രം പഠിച്ച് അവരുടെ ആ ഇൻ്റർവ്യൂവും അത് ബാക്കിയുള്ള ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് പോകാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൈസയും അവർക്ക് വീട്ടിൽ നിന്ന് ചിലവാക്കേണ്ടി വരുന്നില്ല. അവർക്ക് ഡയറക്റ്റ്ലി അവിടെ പോയി നഴ്സിംഗ് കോഴ്സ് ചെയ്യാം.
ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ശേഷം ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ബി ദെയർ ഇൻ നഴ്സിംഗ് പ്രൊഫഷൻ. അവിടുത്തെ പ്രത്യേകത എന്താണ്? അവർക്ക് 67 വയസ്സ് വരെ അവരുടെ റിട്ടയർമെൻറ്റ് ഏജ്. അപ്പോൾ അത്രയും വർഷം അവർക്ക് സർവീസ് ചെയ്യാനും അതുപോലെ തന്നെ BSc ആണെങ്കിൽ MSc അതുപോലെയുള്ള ഹയർ ക്വാളിഫിക്കേഷൻസ് അക്വയർ ചെയ്യാനും അതുപോലെ സ്വന്തം ലൈസൻസ് ചിലപ്പോൾ പല വിധത്തിലുള്ള തെറാപ്പി സെൻറ്റേഴ്സ് ഉണ്ട്, അതൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ലൈസൻസ് കിട്ടാനും അവർക്ക് സാധ്യതയുണ്ട്. മീൻസ് അവരുടെ ആ ഭാവി ശോഭനമായിട്ട് മാറാൻ പറ്റുന്ന രീതിയിലുള്ള ഉതകുന്ന രീതിയിലുള്ള ഒരു പഠന സംവിധാനം നമുക്ക് അവൈലബിളാണ്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് താല്പര്യമുള്ള കുട്ടികളുണ്ട്, അതിനുള്ള ക്രെഡൻഷ്യൽസ് ഉള്ള കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരെയാണെങ്കിൽ അവരെ ആ രീതിയിൽ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും അതുപോലെ അവരെ എത്തിക്കുകയും വേണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ്. നൗ നെക്സ്റ്റ് ഈസ് ഈ കേണൽസ് കാലിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മാർക്കറ്റ് ലീഡറാണ്. മാർക്കറ്റ് ലീഡർ ഇൻ തമിഴ്നാട്. കോയമ്പത്തൂർ ഇതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഈ എഡ്യൂക്കേറ്റേഴ്സ് ബേസിക്കലി അവരുമായിട്ടുള്ള നമ്മുടെ ടൈപ്പ് എന്തിനാണ്? IELTS ആൻഡ് OET. കാരണം ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രികളിലും ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം അത്യാവശ്യമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ജോബിന് പോവുകയാണെങ്കിലോ ഹയർ സ്റ്റഡീസിനോ പോവുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതാണ് IELTS ആൻഡ് OET. ഇത് രണ്ടും ഇവിടെ നമുക്ക് ആ കോഴ്സസിൻ്റെയും സംവിധാനമുണ്ട്. അപ്പോൾ ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഴ്സസാണ്. അപ്പോൾ ഈ സമ്മർ വെക്കേഷനിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുള്ള കോഴ്സസിനെ പറ്റി ഒന്നുകൂടി ഞാൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് സർവീസസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ ആണ്. സർവീസസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂവിനെ പറ്റി ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാർക്കും വ്യക്തമായ ഒരു ബോധം ഉണ്ടായെന്ന് വരില്ല. കാരണം സാധാരണ ഒരു ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ ഒരു അഭിമുഖമാണ്. അതായത് ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസൈൻമെൻറ്റിന് വേണ്ടിയോ ഒരു ഇൻ്റർവ്യൂവർ ഒരു കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതി. അപ്പോൾ അത് സിവിൽ സർവീസസിലാണെങ്കിൽ ഇപ്പോൾ അവരുടെ 3ാമത്തെ സ്റ്റേജാണ്. അതായത് പ്രിലിമിനറി, മെയിൻസ്, അതിനുശേഷം ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജ് വരുമ്പോൾ ഏകദേശം UPSC കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ബോർഡാണ് അത് ചെയ്യുക. അപ്പോൾ അവർ ഏകദേശം ഒരു 45 minutes to 1 hour ഡ്യൂറേഷനിലുള്ള ഒരു ഇൻ്റർവ്യൂ നടത്തും. ആൻഡ് ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഇറ്റ്. പക്ഷേ ഡിഫൻസ് സർവീസിൽ ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നതാണ് സർവീസസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ. ഈ സർവീസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഈ 5 ദിവസം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടക്കുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് മിയർലി ആൻ ഇൻ്റർവ്യൂ, ഇറ്റ് ഈസ് എ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് സിസ്റ്റം. ആ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് സിസ്റ്റം 2 ഫേസിലാണ് നടത്തുക. അതിൽ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് ഫേസിൽ അവരുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാകും. ആ സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞാൽ 2ാമത്തെ സ്റ്റേജിൽ ബാക്കി 4 ദിവസമാണ് ബാക്കിയുള്ള ടെസ്റ്റ് ഉണ്ടാക്കുക. ഇത് നടത്തുന്നത് ആരാണ്? 3 ക്വാളിഫൈഡ് ആയിട്ടുള്ള അതിനുവേണ്ടി മാത്രം ഒരു 3 tier അസസ്മെൻറ്റ് സിസ്റ്റം പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ എക്സ്പേർട്സാണ് അത് നടത്തുക. അതിലൊന്നാണ് സൈക്കോളജിസ്റ്റ്. ഈ ടെസ്റ്റ് യഥാർത്ഥത്തിൽ സിവിൽ സർവീസിലില്ല. IAS, IPS, IFS അതിലൊന്നും ഇതില്ല. ഇത് ഡിഫൻസ് സർവീസിലേക്ക് മാത്രമുള്ള ടെസ്റ്റാണ്. അപ്പോൾ ഈ ഡിഫൻസ് സർവീസിലേക്ക് ഈ ടെസ്റ്റിൻ്റെ ഉദ്ദേശം എന്താണ്? ബേസിക്കലി നമ്മൾ ഒരു ഡിഫൻസ് സർവീസ് ഓഫീസറിനെ സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടല്ല സെലക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് സെലക്ട് ചെയ്യുന്നത് he is being selected as the leader of men, and leader of men who should be capable of leading men into battle. അപ്പോൾ
if you are capable of leading men into battle, that means you should understand, in battle there is no runner-up. അപ്പോൾ അതുകൊണ്ട് അത്ര പ്രാധാന്യമുള്ള ഒരു സംഗതി. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഏതാണെന്നറിയാം? കുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ? സിയാച്ചിൻ ഗ്ലേഷ്യർ. അവിടുത്തെ ഹൈറ്റ് എത്രയാണെന്നറിയോ? 21,000 ഫീറ്റ് ഹൈറ്റ്. ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ്? കൂടി വന്ന ഇറ്റ് വിൽ ബി 50 ഫീറ്റ്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ ഏകദേശം ഒരു 34 ഡിഗ്രി ആയിരിക്കും. അവിടെ ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്നറിയോ ഈ സമയത്ത്? -52 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. -52 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്മാർട്ടായിട്ടുള്ളൊരു പെൺകുട്ടി ക്യാപ്റ്റനായി, അതായത് ഇത് സർവീസ് ജോയിൻ ചെയ്ത ശേഷം കമ്മീഷന് ശേഷം അവർ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ ട്രെയിനിങ് എല്ലാം ചെയ്തതിന് ശേഷം ഷീ വാസ് ഫൗണ്ട് ഫിറ്റ് ആൻഡ് ഷീ ഹാസ് ജോയിൻഡ് ദ ട്രൂപ്സ് ആസ് എ ലീഡർ ഇൻ ദ ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ വേൾഡ്. അവിടെ ഇന്ന് സർവീസ് ചെയ്യുന്നത് ഈ ഒരു 22-23 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ആസ് എ ക്യാപ്റ്റൻ.